ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫിഷിൻ്റെ കറിയാണ് ഫിഷ് മോളി. ഇത് നിങ്ങൾക്ക് ചപ്പാത്തി, പൊറോട്ട, വെള്ളാപ്പം എന്നിവയ്ക്കൊക്കെ പറ്റുന്ന കറിയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഫിഷ് മോളി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ആവോലി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന് നമുക്കൊന്ന് മസാല പുരട്ടി വെക്കണം. അതിനുവേണ്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഫിഷ് മോളി തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ മുളക് പൊടി ചേർക്കില്ല. ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 4 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് പൊരിയേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് ഒരു സൈഡും 3 മിനിറ്റ് ഇപ്പുറത്തെ സൈഡും മാത്രം നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം. ഒരു 3 ഏലം, 4 ഗ്രാമ്പു, ഒരു 10 മണി കുരുമുളക്, ഒരു പട്ട, ഒരു കഷ്ണം പട്ട. ഒന്ന് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് അരിഞ്ഞത്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒരു ഫ്ലേവറാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള ഉള്ളി സ്ലൈസായി അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. കളർ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. അധികം ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു രൂപത്തിൽ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. പൊടികളുടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ. ഇതിലേക്ക് ക്രഷ് ചെയ്ത 1 ടീസ്പൂൺ കുരുമുളക്. നിങ്ങൾ ക്രഷ് ചെയ്ത കുരുമുളക് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ തക്കാളി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയുടെ 1/4 പാലാണ്. ഒന്നാം പാല് ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. അപ്പം എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.